നമസ്കാരം. എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ക്യാരറ്റ് അച്ചാർ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമായ ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കടുക്, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, നല്ലെണ്ണ, വിനാഗിരി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ ക്യാരറ്റ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ആദ്യം എണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കാം. ഞാൻ ഇവിടെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കടുകാണ്. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവ ചേർത്തതിന് ശേഷം 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത 1/4 കപ്പ് ഇഞ്ചി, 1/4 കപ്പ് വെളുത്തുള്ളി, ആവശ്യത്തിന് പച്ചമുളക്, കറിവേപ്പില, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് 10-15 സെക്കൻഡ് മാത്രം ഇളക്കുക. ഇതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത 3 കപ്പ് ക്യാരറ്റ് ചേർക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. ഇനിയെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 4-5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ക്യാരറ്റിലെ വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുക. ഇനി നമ്മൾ ഈ ചേർത്ത പൊടികടയെല്ലാം പച്ചച്ചുവ മാറുന്നതിനായി ഏകദേശം 1 മിനിറ്റ് നന്നായി ഇളക്കുക. ഇനി ഇതിലോട്ട് വിനാഗർ അഥവാ വിനാഗിരി 1/2 കപ്പ് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മളിതിൽ വിനാഗിരി ചേർത്തത് കൊണ്ട് അല്പം കൂടി ഉപ്പ് ചേർക്കേണ്ടതായിട്ടുണ്ട്. അതിനായി 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. പിന്നീട് ചൂട് നന്നായി ആറിയതിന് ശേഷം മാത്രം ബോട്ടിലാക്കി അടച്ച് സൂക്ഷിക്കുക.